അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. റഹിമുർ റബ്ബ് നമ്മൾ ഈ ഒരുമിച്ച് കൂടി സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടാൻ സൗഭാഗ്യം തിരുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിൻ്റെ പേരിലാണ് നമ്മളിവിടൊക്കെ ഒരുമിച്ച് കൂടിയത്. ആ മഹബത്തിനെ പറ്റി നമ്മൾ ബഹുമാനപ്പെട്ടതായിരിക്കും അമാനി ഉസ്താദിൻ്റെ സംസാരം കേട്ടാൽ അത് നമുക്ക് സദൃഢമാവും. ഉസ്താദുകളെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗമനം നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കെല്ലാം സുപരിചിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം ദീനീ ഖിദ്മത്തിന് സുന്നത്തിയമായതിന് സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈമാൻ്റെ ഘടകമാണ്. ആ മഹബത്ത് എത്ര കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. ആ മഹബത്ത് എത്ര കണ്ട് സൂക്ഷിച്ച് കുറഞ്ഞ് വരുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ അഹ്ലിഹി വമാലിഹി വന്നാസി അജ്മഈൻ. സർവ്വരെക്കാളും ഞാൻ അവനക്ക് ഏറ്റവും ഇഷ്ടമാകുന്നിടത്തോളം ഒരടിമയും മുഅ്മിനാവുകയില്ല എന്ന്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു റിവായത്തിൽ ഹദീസിൽ കാണാം, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ആഖിദുൻ ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നിച്ചുണ്ടായിരുന്നു. തങ്ങളപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഫഖാല ലഹു ഉമർ, ആ ഘട്ടത്തിൽ തങ്ങളോട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ സർവ്വത്തിനേക്കാളും എനിക്ക് ഇഷ്ടം തങ്ങളാണ്. എൻ്റെ ഫാമിലിയേക്കാളും എൻ്റെ സമ്പത്തിനേക്കാളും എൻ്റെ എല്ലാത്തിനേക്കാളും എൻ്റെ തടി ഒന്ന് കഴിഞ്ഞാൽ പിന്നെ തങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഇത് കേട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഇല്ല ഉമറേ, നിങ്ങൾ ഒരിക്കലും ഈമാൻ നിങ്ങൾ പൂർത്തിയാകൂല ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. പോരാ, എല്ലാത്തിനേക്കാളും നഫ്സ് ഒഴിച്ച് ബാക്കിയുള്ളതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ സ്വന്തം നഫ്സിനേക്കാളും ഞാൻ നിങ്ങൾക്ക് അഹബ്ബാകണം, ഏറ്റവും പിരിശമുള്ളവരാകണം, അപ്പോഴേ നിങ്ങൾ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ. ഇത് കേട്ട ഉടൻ അപ്പം തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നിശ്ചയമായിട്ടും കാര്യം ഇപ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. നബിയെ, തങ്ങളാണ് എന്നിലേക്ക് എൻ്റെ സ്വന്തം നഫ്സിനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടവരെന്ന്. അപ്പം തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ, യാനി കമുല ഈമാനുക, നിങ്ങൾ ഈമാൻ പൂർത്തിയായത്. അത്രയും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് മഹബത്ത് എന്നുള്ളത്. എന്നാൽ ഈ മഹബത്ത് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയാണോ? ഒരിക്കലുമല്ല. നമ്മളെല്ലാം കൂടി തങ്ങളങ്ങോട്ട് മഹബത്ത് വെച്ച് എന്നുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കൂടുകയോ, ഇനി നമ്മളാരും മഹബത്ത് വെച്ചില്ല എന്നതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും സ്ഥാനം കുറയോ, രണ്ടുമില്ല. നമ്മൾ മഹബത്ത് വെച്ച് എന്നതുകൊണ്ട് തങ്ങൾക്ക് സ്ഥാനം കൂടിയില്ല, നമ്മൾ മഹബത്ത് വെച്ചില്ല എന്നതുകൊണ്ട് തങ്ങളുടെ സ്ഥാനം ഒരിക്കലും കുറയുകയില്ല. കാരണം തങ്ങൾ ഹബീബു റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിൻ്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയാകുന്ന സർവ്വലോക രക്ഷിതാവിൻ്റെ ഹബീബാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ ഒരാൾക്ക് പിന്നെ നമ്മളെ മഹബത്തിന് എന്താ ആവശ്യമുള്ളത്? മറിച്ച് നമ്മൾ ഈ മഹബത്ത് വെക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നമുക്കത് മൂലം ഒരുപാട് നേട്ടങ്ങളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് മഹബത്ത് കൊണ്ട് നമുക്ക് നേട്ടം നേടിയെടുക്കാൻ കഴിയും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസും കൂടിയാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബാക്കളെ കൂട്ടത്തിൽ അബ്ദുള്ള എന്ന പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാളെല്ലാവരും വിളിക്കൽ ഹിമാർ എന്നാണ് ലഖബലും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് തങ്ങളോട് വലിയ ബന്ധമാണ്. കാന യുദ്ഹിക്കുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിനെങ്ങനെ ചിരിപ്പിക്കും. അത് മനസ്സ് ശുദ്ധമാകുന്നതിൻ്റെ അടയാളമാണ് തമാശ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ തങ്ങോട്ട് വലിയ മഹബത്താണെന്ന് അർത്ഥം. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട്, ഈ ലഹരി പദാർത്ഥം കള്ള് കുടിക്കും. അത് സ്വഹാബാക്കളുടെ പറ്റി പറഞ്ഞാൽ നമ്മളൊക്കെയുള്ള ചേർത്തിയും പാടില്ല. നമ്മളൊക്കെ ഇപ്പം ഒരു നിലക്കും കുടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ചിലപ്പോൾ കുടിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അതുവരെ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമായിരുന്നു. അതിൻ്റെ ബന്ധമായിട്ട് മുപ്പര് ഇടയ്ക്കിടയ്ക്ക് കള്ള് കുടിക്കും. അതിലൊക്കെ അദ്ദേഹത്തിന് ശിക്ഷയും കൊടുക്കും. 40 അടിയാണ് കള്ള് കുടിച്ചതിൻ്റെ ശിക്ഷ. അങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിന് ഈ കേസിൽ കൊണ്ടുവരപ്പെട്ടു. മുപ്പര് അടിയടിച്ചു. അപ്പോൾ സദസ്സിൽ ഒരാൾ എന്ത് പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു മാ അക്സറ മാ യൂതാ ബിഹി. അള്ളാഹുവേ, ഈ ഹിമാർ എന്ന് വിളിക്കപ്പെടുന്ന ഈ അബ്ദുള്ളനെ നീ ലാനത്ത് ചെയ്യണേ,
ഇത്ര തവണയായി ചങ്ങായി കേസുമായിട്ട് വരുന്നത്, എത്ര അടി കിട്ടി, എന്നിട്ട് നിർത്തുന്നില്ലല്ലോ എന്നുള്ള നിലക്കൊരു ആക്ഷേപത്തിൻ്റെ നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ സദസ്സിൽ വെച്ചിട്ട് ഒരാൾ പറഞ്ഞു. അപ്പം തന്നെ റസൂൽദാസിങ്ങൾ ഇടപെട്ടുങ്ങാഞ്ഞ് പറഞ്ഞു, ലാ തൽ അനൂഹു, ഒരിക്കലും നിങ്ങൾ ഈ അബ്ദുള്ളയെ ലാനത്ത് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് തങ്ങൾ കാരണം പറഞ്ഞാൽ എന്താണെന്നറിയോ? ഫവല്ലാഹി, കാരണം അള്ളാഹുവിനെ തന്നെയാണ് സത്യം, മാ അലിംതു അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, മാ അലിംതു, ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന കാര്യം, അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും മഹബത്ത് വെക്കുന്ന ആളാണ് ഇദ്ദേഹം എന്നാണ്. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്ന, ഇത്ര വലിയ ഹദ് തേടുന്ന തെറ്റ് ചെയ്യുന്ന ആൾ പോലും അള്ളാഹുവിനെ റസൂലിനെ മഹബത്ത് വെക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അദ്ദേഹത്തിനുള്ളതായിരിക്കുന്ന സ്ഥാനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര ദോഷികളാണെങ്കിൽ, അതുകൊണ്ട് ദോഷം ചെയ്യാന്നല്ല പറയുന്നത്, എത്ര ദോഷികളാണ് നമ്മളെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതും കൂടെ നമുക്ക് മഹബത്ത് ഉണ്ടെങ്കിൽ അതുമൂലം നമുക്ക് വലിയ സ്ഥാനമുണ്ട് എന്നാണ് ഇത് അറിയിക്കുന്നത്. ഇനി അതിൻ്റെ എല്ലാം പുറത്ത് മഹബത്ത് കൊണ്ട് വേറെ കിട്ടുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ മഹബത്ത് നമുക്ക് കിട്ടും. നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും, നമ്മളെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. സൂറത്ത് ആലി ഇമ്രാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നബിയെ തങ്ങൾ പറയണം, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾ ഇത്തിബാ ചെയ്യണം. അങ്ങനെ ചെയ്താൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ മഹബത്ത് ചെയ്യും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളെ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു തരും. അപ്പോൾ അഴുക്കുകളാകുന്ന ആ മലീമസമായിരിക്കുന്ന ദോഷക്കറകൾ നീങ്ങാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾക്ക് എല്ലാ ദുരിതങ്ങളും നീങ്ങി നമ്മൾ സ്ഫുടം ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. ഇത് തങ്ങൾക്കുള്ളതായിരിക്കുന്ന മഹബത്ത് പോലും നേടിയെടുക്കാൻ കഴിയും. ഇനി വേറെയും നേട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ മഹബത്ത് വെച്ചാൽ നമുക്കത് മൂലം കിട്ടുന്നതായിരിക്കുന്ന മറ്റൊരു കാര്യമാണ് സ്വർഗത്തിൽ ഹബീബായിരിക്കുന്ന റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നുള്ളത്. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ഇമാം തിരുമുദി റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തായിരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ടതായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘകാലം തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയതായിരിക്കുന്ന മഹാനാണല്ലോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, സ്നേഹത്തോടുകൂടി പിരിശത്തോടുകൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും കടക്കാൻ കഴിഞ്ഞാൽ, രണ്ടറ്റം പറഞ്ഞാണ് ഉദ്ദേശം, നിനക്ക് മുഴുക്കെ എല്ലാ സമയവും വലൈസ ഫീ ഖൽബിക ഗിശ്ശുൽ യഹദിൻ, ഒരാളോടും നിനക്ക് വെറുപ്പില്ല, വിദ്വേഷമില്ല, നഞ്ചില്ല, പോരില്ല, പകയില്ല, ഈ ശുദ്ധമായ മനസ്സോടുകൂടി നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഫഫൽ, മോനെ നീ അങ്ങനെ ചെയ്യണം മനസ്സേ. സുമ്മഖാല, പിന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യാ ബുനയ്യ വദാലിക മിൻ സുന്നതി, എൻ്റെ കുഞ്ഞുമോനെ അതെൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. വമൻ അഹബ്ബ സുന്നത്തി ഫഖദ് ഹബ്ബനി, എൻ്റെ സുന്നത്തിന് ആര് മഹബത്ത് വെച്ചാലും അവൻ എന്നെയാണ് മഹബത്ത് വെച്ചത്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ആരെങ്കിലും മഹബത്ത് വെച്ചാൽ എൻ്റെ കൂടെ സ്വർഗത്തിലാകാം. നോക്കൂ നിങ്ങൾ, സ്വർഗത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യമാണ്. അത് ഹബീബായ തങ്ങളുടെ കൂടെ ആകുക എന്ന് പറഞ്ഞാലോ, ഇത് മഹബത്ത് കൊണ്ട് കിട്ടുന്നൊരു കാര്യമാണ്. തീർന്നില്ല, ഇനി മഹബത്ത് കൊണ്ട് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഹലാവത്തുൽ ഈമാൻ. ഈമാൻ്റെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് ചെറിയ വിഷയമൊന്നുമല്ല. ഈമാൻ്റെ മധുരം ഒരുത്തന്നെ അനുഭവിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടം എന്തെന്ന് വെച്ചാൽ, ഇബാദത്തിനോടൊക്കെ നല്ല രസമായിരിക്കും അവർക്ക്. തഹജ്ജുദ് നിസ്കരിക്കുക, ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക, ഇൽമിൻ്റെ സദസ്സിൽ വന്നിരിക്കുക, ഇൽമ് കേൾക്കുക, ഇങ്ങനെ സ്വാലിഹായ ഇബാദത്ത് ചെയ്യാനുള്ളതായിരിക്കുന്ന ലദ്ദത്ത് അനുഭവപ്പെടുക. എന്തൊരു ഭാഗ്യമാണത്. അതിൻ്റെ പുറത്ത് വതഹമ്മുലുൽ മശാഖി ഫിദ്ദീൻ, ദീൻ്റെ വിഷയത്തിൽ എന്ത് പ്രയാസം സഹിക്കലോ അവന് പ്രയാസം ഉണ്ടാവില്ല. ഉറക്കൊഴിക്കലോ ദൂരം നടക്കലോ എന്തും അവനക്ക് പ്രശ്നമാവില്ല. വൈസാറുദാലിക്കല അറാദി ദുനിയ, ദുനിയാവിൻ്റെ ചരക്കുകളെക്കാളൊക്കെ അതിനെ തിരഞ്ഞെടുക്കാനും കഴിയും. എന്തൊരു ഭാഗ്യമാണ്. ആ ഹലാവത്തുൽ ഈമാൻ ലഭിക്കാനുള്ളതായിരിക്കുന്ന ഒരു കാരണമാണ് ഹബീബ റസൂലിനെ മഹബത്ത് വെക്കുന്നത്. കാരണം സുഹിയായിരിക്കുന്ന ഹദീസിൽ കാണാം, സലാത്തുമ്മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, 3 വിഷയം ഒരാളിലുണ്ടെങ്കിൽ അവൻ ഈമാൻ്റെ മധുരം എത്തിക്കും. എന്നിട്ട് ഫസ്റ്റിക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞത് അൻ യകൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹും അവൻ്റെ റസൂലും അല്ലാത്ത എല്ലാത്തിനേക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും മഹബത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രഥമമായി എണ്ണി പറഞ്ഞത്. ഇങ്ങനെ ധാരാളം ഫായിദകൾ ആ മഹബത്ത് മൂലമുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നമുക്ക് എപ്പോഴും പിൻപറ്റാൻ നമ്മൾ ബാധ്യസ്ഥരായ നമ്മുടെ നേതാക്കളാകുന്ന ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സുഹാബ കിറാം ഹബീബിനെ മഹബത്ത് വെച്ചത് ഇത്രമാത്രം അവർ മഹബത്ത് വെച്ചിട്ടുണ്ട്.
ഓരോ സംഭവങ്ങളും എടുത്തു പറയുമ്പം ഉസ്താദ് അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകും. അതിലേക്ക് ഞാനൊന്നും കടക്കുന്നില്ല. ഒരൊറ്റ സംഭവം മാത്രം മതി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ. അതായത് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന സ്വഹാബാക്കൾക്ക് എത്രമാത്രം തങ്ങളോട് മഹബത്തുണ്ടായി എന്ന് അറിയിക്കുന്നതായിരിക്കുന്ന സംഭവമാണ് ഈ ഹുദൈബിയ സന്ധി. നമുക്കറിയാം ഹിജ്റ 6-ാം വർഷം വരെ തങ്ങളവിടെ നിന്ന് ഒരു നിലക്കും ഇഷ്ടമുണ്ടായിട്ട് പോയതൊന്നും അല്ല, നിർബന്ധിതാവസ്ഥയിൽ സ്വന്തം നാട് വിട്ടു പോയതാണ്. അങ്ങനെ ഹിജ്റ 6-ാം വർഷമായതായിരിക്കുന്ന അവസരത്തിൽ ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളിലും പുറത്തുമുള്ളതായിരിക്കുന്ന ശത്രുക്കളൊക്കെ കീഴ്പ്പെടുത്തി അവരെല്ലാം ഒതുക്കി അമർത്തിയതിന് ശേഷം, അതായത് ഈ ഹിജ്റ 6-ാം വർഷത്തിൽ 1500 സ്വഹാബാക്കളുമായി കൊണ്ട് ഉംറ ചെയ്തുകൊണ്ട് ശത്രുക്കൾ തങ്ങൾ പുറപ്പെട്ടു. ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ പുറത്തുള്ളതായിരിക്കുന്ന ശത്രുക്കളോട് ഖന്തക് യുദ്ധത്തിൽ കൂടിയും ഉള്ളിലുള്ളതായിരിക്കുന്ന ശത്രുക്കളെ ബനു ഖുറൈളക്കാരുമായുള്ള യുദ്ധത്തിൽ കൂടിയും അടിച്ചമർത്തി. അപ്പോൾ നാൾക്ക് സമാധാനമായി ആ കഅബ ശരീഫ് കാണാനുള്ളതായിരിക്കുന്ന അതിയായ ആഗ്രഹത്തോടു കൂടി 1500 സ്വഹാബാക്കളോടുകൂടി ഉംറക്ക് ഇഹ്റാം കിട്ടി ഹബീബായിരിക്കുന്ന റസൂൽ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. പക്ഷേ ശത്രുക്കൾ ആ വിഷയം മറഞ്ഞ് അവർ കർശനമായ രീതിയിൽ തടഞ്ഞു. വളരെ ചുരുക്കി പറയട്ടെ, ഹുദൈബിയയിൽ വെച്ച് അവർ പല നിവേദക സംഘങ്ങളെയും പലരെയും പറഞ്ഞയച്ചു. അതിൽ അവസാനമായി വന്നതായിരിക്കുന്ന ഒരാളായിരുന്നു ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി എന്ന ആൾ. അയാൾ റസൂലുമായി സംസാരിക്കാൻ വേണ്ടി വന്ന അവസരത്തിൽ അയാൾ ആശ്ചര്യപ്പെടുത്തുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. അയാൾ പലരുമായി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും ഹബീബായിരിക്കുന്ന റസൂലിനോട് സ്വഹാബാക്കൾ കാണിക്കുന്നതായിരിക്കുന്ന ആ സ്നേഹം എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഹബീബ് തങ്ങൾ കാർക്കിച്ച് തുപ്പിക്കുകയാണെങ്കിൽ അവർ നിലത്ത് വീഴാൻ സമ്മതിക്കുന്നില്ല. അവരത് കയ്യിലേക്ക് അത് ഏറ്റി വാങ്ങുകയാണ്. എന്നിട്ടോ അത് പെട്ടെന്ന് പോയി കഴുകിയ ടിഷ്യൂ എടുത്ത് തോർത്തല്ല ചെയ്യുന്നത്, അവരുടെ സ്കിന്നിൽ ദേഹത്തിലും തിരക്കൊന്നായിട്ട് മേലെ പുരട്ടുന്നു. അതുപോലെ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുകയാണെങ്കിൽ ആ വെള്ളം കിട്ടാൻ വേണ്ടി അവർ മത്സരിക്കുന്നു. എന്നിട്ട് ആ വെള്ളം കൊണ്ട് അവർ തബറുക്ക് എടുക്കുന്നു. ഹബീബ് തങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ വളരെ താഴ്മയോടുകൂടി അവരത് കേൾക്കുന്നു. എന്തെങ്കിലും കൽപ്പിച്ചാൽ പെട്ടെന്ന് അനുസരിക്കുന്നു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് ബഹുമാനത്തിൻ്റെ ആ കൊടുമുടി കണ്ട് അത്ഭുതപ്പെട്ടതായിരിക്കുന്ന ഉർവത്ത് ബിൻ മസ്ഊദിന് മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി. അവസാനം റസൂലുമായി കൊണ്ട് ആ ഉർവത്ത് സംസാരിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അഖ്റിയതക്കാൻ ലഹിയത്തി റസൂലില്ല. അതായത് അറബികൾക്കൊക്കെ ഒരു പതിവുണ്ട്, എപ്പോഴും നമുക്ക് പോയാൽ കാണാം മക്കത്തൊക്കെ അറബികളോട് അടുത്തിങ്ങനെ സംസാരിക്കാൻ ഒരു പ്രത്യേകം നമ്മൾ താടി ഇങ്ങനെ തൊടും. അതിങ്ങനെ നമ്മളത് ആക്കിയിട്ട് ഒരാളെ ഇൻസൾട്ട് ആക്കിയിട്ടൊന്നുമല്ല, ബഹുമാനിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എന്നിട്ട് പോലും മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അവിടെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അഖ്റിയതക്കാൻ ലഹിയത്തി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടി പിടിക്കാൻ ഞാൻ കൈ മാറ്റുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ട് വിസ്മയം പൂണ്ടതായിരിക്കുന്ന മുഗീറ മക്കയിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറയാണ്, ഐ ഖൗമി വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്കി, എൻ്റെ ജനങ്ങളെ ഞാൻ പല രാജാക്കന്മാരുടെ അടുക്കലും ചെന്നിട്ടുണ്ട്. വഫത്തു അല കൈസറ, റൂമിലെ രാജാവാകുന്ന കൈസറിൻ്റെ അടുക്കൽ, വകിസറ പേർഷ്യയിലെ രാജാവാകുന്ന കിസ്രയുടെയും, വൻ നജാഷി ഹബഷയിലെ രാജാവാകുന്ന നജാഷി, ഇങ്ങനെ പലരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലിക്കൻ യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. എന്നാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഒരു രാജാവിനെയും തൻ്റെ അനുയായികൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഹബീബ് തങ്ങളെ ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കുന്ന കാണാനേ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്, വൈദാ അമർഹും ഇബ്തദറു അംറഹു, തങ്ങൾ എന്തെങ്കിലും അവരോട് ആജ്ഞാപിച്ചാൽ പെട്ടെന്ന് അമാന്തിക്കാതെ പെട്ടെന്ന് ആ കൽപ്പന അവർ ഉണരുന്നു. വൈദാ തവല്ലാ ഗാദു യഖ്തതിലൂന അലാ വളൂഇഹി, അദ്ദേഹം വുളു എടുത്താൽ ആ വുളു എടുത്ത വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് പരസ്പരം മത്സരിക്കുന്നു. അങ്ങോട്ട് പോരാടുന്നെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടേ വേണം എന്നുള്ള നിലക്ക്. വൈദാ തകല്ലമ ഹഫളു അസ്വാതുഹും, വൈദാത്തക്കല്ലമ ഹബീബ് തങ്ങൾ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ശബ്ദങ്ങൾ താന്നു പോകും, ആരും ഒരക്ഷരം വീണ്ടുന്നില്ല. വമാ യുഹിദ്ദൂനയിലേഹി നദറത അദീമല്ലഹു, എത്രത്തോളം തങ്ങളുള്ള ബഹുമാനാധിക്യം കൊണ്ട് തങ്ങളിലേക്ക് തുറിച്ചൊന്ന് നോക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. വൈന്നഹു ഖദ് അറദ ഖുത്തതു റുസ്ദിൻ ഫഖ്ബലുഹാ, ഇതായിരുന്നു ആ ശത്രുവിൻ്റെ പിന്നെ ഏതായിരുന്നാലും അദ്ദേഹം ആ സമയത്ത് പറഞ്ഞ വാക്കാണിത്. ഇത്രയേറെ ആദരിച്ചതായിരിക്കുന്ന ആ സ്വഹാബാക്കൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ ആദരവ് നേടിയെടുക്കാൻ ആ സ്വഹാബാക്കളെ പോലെ തങ്ങളോട് ഒന്നിച്ച് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നമുക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, പ്രധാനമായി കൊണ്ടും ഹബീബിനെ നമ്മൾ അനുകരിക്കണം, ഹബീബിൻ്റെ സുന്നത്തിനെ നമ്മൾ ഇത്തിബാഅ് ചെയ്യാം.
എല്ലാ രംഗത്തും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. തിന്നുന്നിടത്തും കുടിക്കുന്നിടത്തും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് പറയുകയാണെങ്കിൽ ഉദാഹരണം ഇപ്പം നമ്മൾ ഒരു സാമ്പിളിന് പറയാം, നമ്മൾ മംഗലത്തിന് പോയാലും നേർച്ചയ്ക്ക് പോയാലും ഒക്കെ ഇപ്പോൾ ഐസ്ക്രീം കിട്ടും. ഈ ഐസ്ക്രീം നല്ല രസമുള്ളതാണ്, വലിയ മുന്തിയതൊക്കെയാണ്, അതിനനുസരിച്ച് ക്വാളിറ്റിയൊക്കെ അങ്ങനെ കൂടും. എന്നാലും ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ നമുക്ക് കാണാം അതിന് ചില ഈ ഓരോരോ വടിവുകളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ചെറിയൊരു ചമച്ച ഒരു സ്പൂണ് തരികയും ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ സ്പൂണ് കൊണ്ട് അതിൽ നമ്മൾ എത്ര കോരിയാലും അതിൽ നല്ലൊരു ശതമാനം ഭാഗം അതിൽ ബാക്കിയുണ്ടാവും. നമ്മൾ വേസ്റ്റിലേക്ക് എറിയണത് അത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരാണത്. അവിടെ നമ്മൾ ആര് കാണട്ടെ, ആൾ നമ്മളെ കുറ്റപ്പെടുത്തട്ടെ, അതൊന്നും നമ്മൾ നോക്കരുത്. നമ്മൾ ആ സ്പൂണൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ വിരലെടുത്ത് കൊണ്ട് ശരിക്ക് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ചോറൊക്കെ തള്ളി തിന്നുന്ന സമയത്ത് ഈ ചോറും പത്തിരിയൊക്കെ തിന്നുന്ന അവസരത്തിൽ പാത്രം ക്ലീനാക്കുന്ന ആളുകളും ഈ മുന്തിയ ഐസ്ക്രീം തിന്നായിരിക്കുന്ന അവസരത്തിൽ നല്ലൊരു ഭാഗം പാത്രത്തിൽ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ ഹബീബിനോട് സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ്. എന്നപോലെ തന്നെ കുടിക്കുന്ന അവസരത്തിലുമുണ്ട്. ഇന്ന് നമ്മൾ നോക്കൂ, വിവാഹത്തിൻ്റെ ഏത് സദസ്സിൽ പോയിരുന്നാലും കുടിക്കുന്നതായിരിക്കുന്ന ആ ഗ്ലാസ് പിന്നെ ഉപയോഗിക്കുന്നില്ല, അത് വലിച്ചെറിയാണ്. എന്നാൽ പോലും ഒരു 80% ആളുകളും ഇടത്തെ കൈകൊണ്ട് കുടിക്കുന്നത് കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി വിരോധിച്ച കാര്യമാണ്. ലാ യശ്റബന്ന അഹദുക്കും ബിശിമാലി ലാ യകുലന്ന അഹദുക്കും ബിശിമാലി വലാ യശ്റബന്ന ബിഹാ എന്ന് പറഞ്ഞിട്ട് ഇടത്തെ കൈ കൊണ്ട് തീർച്ചയായിട്ടും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന പറഞ്ഞിട്ട് ഫഇന്ന ശൈത്താന യകുലു ബിശിമാലി വയശ്റബു ബിഹാ, ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്. അത്രയും കർശനമായി തങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ മറ്റുള്ള ആളുകൾ കുറ്റപ്പെടുത്തില്ല. ഞാനിപ്പോൾ ഇതായിട്ടൊരു ഐസ്ക്രീമിൻ്റെ പാത്രം അത് കൈകൊണ്ട് അത് വടിച്ച് ക്ലീനാക്കി തിന്ന് ആ പാത്രം എനിക്ക് പുറക്കലത്തോടൊന്നും ഹബീബ് പ്രവർത്തിച്ച് കാണിച്ചു തന്ന കാര്യമാണെന്നൊക്കെ അറിയാം. എന്നാലും അത് ചെയ്യുന്നതായിരിക്കുന്ന അവസരത്തിൽ നമുക്കൊരു മറ്റുള്ള ചിലപ്പോൾ നമ്മളെ കാക്കുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മരുമോനുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഓരൊക്കെ കാണൂലേന്ന് അത് നമ്മൾ പ്രശ്നമാക്കരുത്. ബഹുമാനപ്പെട്ട സയ്യിദി മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാ നാസൻ ബിബിലിൻ മുസ്ലില. ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത് അവൻ മറ്റുള്ളതായിരിക്കുന്ന ആളുകളെ ഒട്ടകത്തിനോട് തുല്യമാക്കാൻ. ചേർത്തം ഒരു മൃഗത്തിനെ പോലെ നിസ്സാരാക്കുക എന്നല്ല. ഒട്ടകം എന്നുള്ള അറബിയുടെ ഒരു പ്രചാരമുള്ള മൃഗമായതുകൊണ്ടും അതുപോലെ തന്നെ വലിയ ബർക്കത്തുള്ള മൃഗമായതുകൊണ്ട് പറഞ്ഞു. ഇനി നമ്മളെ പൂച്ചയായിക്കോട്ടെ, അല്ലെ കോഴിയായിക്കോട്ടെ, അല്ലെ മറ്റേതെങ്കിലും ജീവിയാവട്ടെ, അത് കാണുമല്ലോ എന്ന് കരുതി നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ താടി വെക്കലാവട്ടെ, തലമറയ്ക്കലാവട്ടെ, മിസ്വാക്ക് ചെയ്യലാവട്ടെ, എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കാണട്ടെ എന്ന് നമ്മൾ ചെയ്യൂലല്ലോ. എന്നാൽ അത് കാണുമല്ലോ എന്ന് കരുതി നമ്മൾ ഊഹിക്കാനും പാടില്ല. ഇനി നമ്മൾ അധികം ആൾക്കും വരുന്നൊരു പ്രശ്നമാണത്. ഞാനങ്ങനെ ചെയ്തിക്കുകയാണെങ്കിൽ മറ്റവും കാണൂല, എൻ്റെ അടുത്തിരിക്കുന്നവൻ കാണൂലേ, അതൊരു AC കല്ലേ എന്ന് കരുതിയോ, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹബീബിൻ്റെ മഹബത്താണ്. ആ മഹബത്ത് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ പാലിക്കണം എന്നുള്ള കർശനം എന്ന പോലെ ഓരോ രംഗത്തും വുദു എടുക്കുന്നതും തന്നെ ഉണ്ട്. ഇപ്പം വുദു എടുക്കുന്നതായിരിക്കുന്ന അവസരത്തിലൊക്കെ നമ്മൾ എപ്പോഴും ആ സുന്നത്തിൽ ഏറ്റവും പരിപൂർണമായത് എന്താ, 2 ഇബ്ഹാം വിരൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ 2 വിരലിങ്ങനെ ചേർത്തിട്ട് അങ്ങനെ ബേക്കോട്ട് കൊണ്ടുപോവുക. എന്ത് പണിയപ്പോൾ അതിനുള്ളത്? ഒരു പണിയുമില്ല. പക്ഷേ നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒന്നിങ്ങനെ ഒരു തൊട്ടിട്ട് ഫർള് വീട്ടി മാത്രമാണ്. എന്ന പോലെ വുദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്നതായിരിക്കുന്ന ആ ദുആ എത്ര മഹത്തമായി ഹബീബ് പഠിപ്പിച്ചതാണ്. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്നതാണ്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചവരാണ്. ഇനി മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പള്ളിൻ്റെയും ചുമരിൽ ഹൗദിൻ്റെ അടുക്കൽ പ്രത്യേക ഒരു സ്റ്റിക്കറിൽ ഒട്ടിച്ചു വെച്ചിട്ടുമുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതൊക്കെ ഒഴിവാക്കണം. ഈ സദസ്സിൽ വെച്ച് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം, എൻ്റെ ജീവിതത്തിൽ അത്തരം സുന്നത്തുകളൊന്നും ഞാൻ ഒരിക്കലും ഒഴിവാക്കുകയില്ല എന്ന്. എന്ന പോലെ തന്നെ ഹബീബിനെ സ്നേഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബാങ്ക്. ബാങ്ക് കൊടുക്കുന്ന അവസരത്തിൽ നിന്ന് അധികം ആളുകളും സംസാരങ്ങൾ നിർത്തും, ഓത്ത് നിർത്തും, മൗലൂദ് നിർത്തും. പക്ഷേ അപ്പം തന്നെ മൊബൈൽ സംസാരിക്കുക, വേറെ എന്താ പണി ചെയ്യും. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം കംപ്ലീറ്റ്. ആ ബാങ്കിനെ നമ്മൾ എത്ര തഅ്ലീം ചെയ്യുന്നോ, ബഹുമാനിക്കുന്നോ, അതിന് മാത്രം നമ്മൾ ആഖിബത്ത് നന്നാവുന്നതാണ്. ആ ബാങ്കിനെ നമ്മൾ എത്ര അവഗണിക്കുന്നു അതിനനുസരിച്ച് ആഖിബത്ത് മോശമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ ബാങ്കിനെ നമ്മൾ വളരെ എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാം നിർത്തിവെച്ച് വളരെ ബഹുമാനത്തോടു കൂടി അതിന് നമ്മൾ ഉത്തരം ചെയ്യുക. എന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജമാഅത്ത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് സ്വയം നടന്നു പോകാൻ കഴിയാത്ത ഘട്ടത്തിൽ 2 ഭാഗത്ത് 2 സ്വഹാബക്കളെ, ഒരു ഭാഗത്ത് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ചാരണം കൊടുത്തുകൊണ്ട് കാലിങ്ങനെ ഭൂമിയെ കൂട്ടി അയച്ചുകൊണ്ടാണ് തങ്ങൾ പള്ളിയിലേക്ക് പോയത്. അത് നമുക്ക് ഓർമ്മ വേണം, പ്രത്യേകിച്ച് സുബഹിക്ക്.
ഇന്ന് നമ്മൾ അധികം മുസ്ലിം വീടുകളുടെയും സ്വഭാവം എന്തെന്ന് വെച്ചാൽ സുബി കളാകുന്ന ടൈമിൽ പോലും ലൈറ്റ് കത്തുന്നില്ല വീടുകളിൽ, ഉറങ്ങുകയാണ്. അത് നമ്മൾ തീർത്തും ഒഴിവാക്കണം. നമ്മൾ നേരത്തെ തന്നെ ബാങ്ക് കൊടുക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പെങ്കിലും എണീക്കണം. അത് എണീക്കാൻ ആവശ്യമായ കാര്യം നേരത്തെ ചെയ്യണം, നേരത്തെ കിടക്കണം. എന്നിട്ട് സുബീൻ്റെ 1/2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എഴുന്നേറ്റിട്ട് സുബിക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ പോയി ജമാഅത്തായി നിസ്കരിക്കുക. മൻ സൊല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാന്നാ. സുബി ജമാഅത്തായി നിസ്കരിച്ചവൻ അള്ളാഹുവിൻ്റെ ദിമ്മത്തിലാണ്. അവനങ്ങളൊന്നും പോലും ചെയ്യരുതെന്ന് റസൂൽ പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അത് ഹബീബിനെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ആളുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യമാണ്. ഇനി പള്ളിയിൽ വന്നാൽ തന്നെ നിങ്ങൾ നോക്കൂ, ഒരു പ്രശ്നവുമില്ലാത്തൊക്കെ ഇപ്പോൾ അധിക പള്ളികൾ നോക്കിയാലും കാണാം, ഈ ഇഖാമത്തും കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയാൽ തന്നെ ആൾക്കാർ എണീച്ചിക്കലുള്ളൂ. എന്നുവെച്ചാൽ ഖദഖാമത്തി സ്വലാത്തെത്തി എണീക്കാത്തവർ ആരുമില്ല. അത് നമ്മൾ ഒഴിവ് സുന്നത്തിനെതിരാണിത്. നമ്മളെ കർമ്മ ഫിഖിൻ്റെ എല്ലാ മുഴുത്തമതായ കിതാബുകളിലും വിവരിച്ച കാര്യമാണ്. ഇഖാമത്ത് കംപ്ലീറ്റ് തീർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുഖീമ് പറഞ്ഞതിന് ശേഷം എഴുന്നേൽക്കേണ്ടത്. അത് ഇമാമാവട്ടെ അല്ലാത്തവരാവട്ടെ. പിന്നെ എഴുന്നേൽക്കാൻ അയാൾക്ക് എഴുന്നേൽക്കാൻ കുറേ പ്രയാസമുണ്ട്. വലിയ തടിമാടനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ട്, അയാൾ എഴുന്നേറ്റിക്കാണ് ഇഖാമത്ത് കംപ്ലീറ്റ് തീർന്നിട്ട് എഴുന്നേറ്റാൽ ഇമാമിൻ്റെ കൂടെയുള്ള തക്ബീറത്തുൽ ഇഹ്റാം അയാൾക്ക് നഷ്ടപ്പെടും. അങ്ങനത്തെ എന്തെങ്കിലും ഉതിറുള്ള ആളുകളാണെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുക എന്നല്ലാതെ മറ്റുള്ള ആളുകളൊക്കെ ഇഖാമത്ത് കൊടുക്കുന്ന ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ജുമയ്ക്കാണെങ്കിലും മറ്റുള്ള ജമാഅത്തിനാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കുക, അധികം ആളുകൾ ഒഴിവാക്കല്ലേ. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത്തരം സുന്നത്തുകളൊക്കെ നമ്മൾ പ്രത്യേകം മുഖവിലക്കെടുത്ത്, ചുരുക്കത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങുന്നത് വരെ ഏതെല്ലാം മേഖലയുമായി നമ്മൾ ടച്ച് ആകുന്നുണ്ടോ അവിടെയൊക്കെ ഹബീബിൻ്റെ സുന്നത്ത് എന്തെന്നുള്ളത് നമ്മൾ പഠിക്കണം. ആ ഹബീബിൻ്റെ സുന്നത്ത് പഠിച്ചിട്ട് നമ്മൾ ഇഖ്ലാസോടുകൂടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇത് മഹബത്തിൻ്റെ ഒരു കാരണമാണ്. എന്ന പോലെ തന്നെ തങ്ങളോടുള്ള മഹബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക. ഈ സദസ്സിൽ വെച്ച് നിന്ന് പ്രതിജ്ഞ ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഈ വർഷം റബീഉൽ അവ്വൽ തീരുന്നതിൻ്റെ മുമ്പ് ഏതായിരുന്നാലും ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതൻ എഴുതിയായിരിക്കുന്ന ഒരു പുസ്തകം, ഹബീബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നൊരു പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ നിർബന്ധമായിട്ടും വായിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യണം. എന്നിട്ട് നമ്മൾ പിന്നെ സാവകാശം വിഷയങ്ങൾ മനസ്സിലാക്കി മനസ്സിൽ ഉൾക്കൊണ്ട് കയറ്റിക്കൊണ്ട് തന്നെ ആ പുസ്തകം ഫുള്ള് വായിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഖുർആൻ ഖത്മ ഓതുന്ന മാതിരി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ റസൂലിനെ കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നു അതിനനുസരിച്ചുകൊണ്ട് അങ്ങനെ റസൂലിൻ്റെ ഓരോന്നും ജന്മവും മുലകുടിപ്രായം, അതുപോലെ തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ താമസിച്ചത്, അബൂ താലിബിൻ്റെ അടുക്കൽ താമസിച്ചത്, അതുപോലെ പിന്നെ വിവാഹം വരെയുള്ള സമയം, വിവാഹത്തിൻ്റെ ശേഷം കാബമുനറിൻ്റെ ആ പ്രശ്നങ്ങൾ, ഹിജ്റ, മദീനയുടെ ജീവിതം, ഇങ്ങനെ ഓരോ മേഖലകളും നമ്മളിങ്ങനെ റസൂലിൻ്റെ ജീവിതത്തിനെ കുറിച്ച് പഠിക്കുമ്പം തീർച്ചയായിട്ടും ഹബീബിനോടുള്ള മഹബത്ത് ഉണ്ടായിത്തീരും. എന്ന പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതായിരിക്കുന്ന മഹബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുകൾ നമ്മൾ പറയുക. ആ മദ്ഹുകൾ നമ്മൾ പള്ളിയിലൊക്കെ നടത്തുന്നതിൽ നിർത്താതെ നമ്മളെ വീടുകളിലും ധാരാളം സജീവമാക്കണം. ഒരുപാട് ഫായിദകളുള്ളതായിരിക്കുന്ന കാര്യമാണത്. ഒന്ന് പരിശുദ്ധ ഖുർആനോടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളോടും പിൻപറ്റലുണ്ട്. ഹദീസിൽ കാണാം ഹബീബ് തങ്ങൾ തന്നെ തങ്ങളെപ്പറ്റി മദ്ഹ് ചെയ്തായിരിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആ ഒരു മൗലിദ് നമ്മൾ കൊണ്ടുവരുത്താണെങ്കിൽ ധാരാളം സ്വലാത്തുകൾ അതിൻ്റെ ഇടയിൽ, സ്വലാത്തിൻ്റെ ഒക്കെ മഹാത്മ്യങ്ങൾ എത്രയാണ്. അതിൻ്റെ പുറത്ത് ഭക്ഷണം ഭക്ഷിപ്പിക്കുക എത്ര കൂലിയുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വർഗത്തിൽ കടക്കാൻ ഏറ്റവും ഉതകുന്ന കാര്യമാണ് ഈ ഭക്ഷണം ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ പുറത്ത് കുടുംബബന്ധം ചേർത്താൻ പറ്റും, അയൽവശികളുമായി കൊണ്ട് ബന്ധം നന്നാക്കാൻ കഴിയും. മനുഷ്യ സഹജമായി എന്തെങ്കിലുമൊക്കെ വാക്കിലും പ്രവർത്തനത്തിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചനകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എൻ്റെ വീട്ടിൽ മൗലിദ് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പം മനസ്സുണ്ട് ക്ലിയറാവും. അതിൻ്റെ എല്ലാം പുറത്ത് നമ്മളെ വീട്ടിൽ ധാരാളം ബർക്കത്തുകൾ കിടക്കും. നമ്മൾ സാധാരണ ഫത്തിതാബ് മുരിഖാത്തുൽ ഖുലൂബ് തന്നെ ഒരു ഹദീസ് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കാണാം, അഖ്ബറനി ജിബ്രീൽ അലൈഹിസ്സലാം, തങ്ങൾ പറയാണ്, എന്നോടൊരിക്കൽ ജിബ്രീൽ ഇസ്ലാം പറയുകയുണ്ടായി, ഇന്നൽ ലൈഫ ഇദാ ദഖല അലാ ബൈതി അഖീഹിൽ മുസ്ലിം, ഒരു ഗസ്റ്റ്, ഒരു മുസ്ലിമായിരിക്കുന്ന ആൾ തൻ്റെ മുസ്ലിമായിരിക്കുന്ന സഹോദരൻ്റെ വീട്ടിലേക്ക് കടന്നാൽ, അത് കടക്കാനുള്ള കാരണം ഉണ്ടാകില്ല. നമ്മൾ മൗലിദ് കഴിക്കുമ്പോൾ അയൽവാസികളെയും കുടുംബക്കാരെയും കടത്താൻ കഴിയുന്നു. ഹബീബ് പറയാണ്, ജിബ്രീൽ ഇസ്ലാം പറയാണ്, ദഖല മഅഹു അൽഫു ബർക, ആ വീട്ടിലേക്ക് ഈ ഗസ്റ്റിൻ്റെ കൂടെ 1000 ബർക്കത്തുകൾ പ്രവേശിക്കും. വ അൽഫു റഹ്മ, 1000 റഹ്മത്തുകൾ പ്രവേശിക്കും.
വഗഫറല്ലാഹു ദുനൂബ അഹ്ലി ദാലിക്കൽ ബൈത്ത്, ആ വീട്ടിൻ്റെ അഹ്ലുകാരെ ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കും. വൈൻകാനത്ത് ദുനൂബുഹും അക്സറ മിൻ മായിൽ ബിഹാർ, സമുദ്രത്തിലെ വെള്ളത്തിനേക്കാൾ കൂടുതൽ അവരുടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ പുറത്തു കൊടുക്കും. വൗറാഖിൽ അഷ്ജാർ, വൃക്ഷങ്ങളുടെ ഇലകളേക്കാൾ കൂടുതൽ തെറ്റുണ്ടെങ്കിൽ പോലും അത് പുറത്തു കൊടുക്കും. വഅതാഹുമുല്ലാഹു ബികുല്ലി ലുഖ്മത്തിൻ യഅകുലു അൽ-ലൈഫ്, ഈ ലൈഫ് ഭക്ഷിക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിന് പകരവും അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടുകാർക്ക് കൊടുക്കും. സവാബ ഹജ്ജത്തിൻ വ ഉംറത്തിൻ മഖബൂല, സ്വീകരിക്കപ്പെട്ടതായിരിക്കുന്ന ഹജ്ജ് ഉംറയുടെ പ്രതിഫലത്തിന്. വബനാലഹും മദീനത്തൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു പട്ടണം അവർക്ക് നിർമ്മിച്ചുണ്ടാക്കും. ഇങ്ങനെ ധാരാളം ഫവായിലുകളുണ്ട്, അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട തയ്യാബ് ഉസ്താദ് പറഞ്ഞല്ലോ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാൻ ഉതകുന്നതാ, ഇതുപോലെ തന്നെ സുയൂത്തി തൻ്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ഷമായിലിൽ. ഇങ്ങനെ ധാരാളം ഫദായിലുള്ളതാണ്. അപ്പം നമ്മൾ പള്ളികളിൽ വെച്ച് നടത്തണം, തീർച്ചയായിട്ടും നടത്തണം, അത് വിപുലമാക്കി വേണം. അതോടുകൂടി നമ്മളെ വീടുകൾ നമ്മളെ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യണം. ചെയ്യുന്ന അവസരത്തിൽ അധികം ആളുകൾക്കും ചെയ്യുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ അവർ സുധാരിക്കാൻ പോകും. നടത്തുന്ന ആളുകൾ അത് ഉസ്താദ്മാരെയും കുറച്ച് ആൾക്കാരാക്കി നമ്മൾ അത് സുധാരിക്കുക, അതിന് സുധാരിക്കൽ വേണം. എന്നാലും ആ മഹത്തായിരിക്കുന്ന മജ്‌ലിസിൽ നമ്മൾ നിർബന്ധമായിട്ടും ഹാജറുണ്ടാകുക, ശ്രദ്ധിച്ച് കേൾക്കുക, സദസ്സിൻ്റെ പുണ്യം നമ്മൾ എടുക്കണം. എന്നിട്ടാണ് നമ്മൾ ആ സദസ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി നേരത്തെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ഓർക്കൂ, നമ്മളൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഓർത്താൽ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മ, അതുപോലെ തന്നെ ഞങ്ങളെ വീട്ടിലൊക്കെ പരിസരത്തൊക്കെ മൗലിദുണ്ടാവും. അതെങ്ങനെ നടത്തും? ഇന്നൊക്കെ ഇപ്പം നമുക്കൊരു മൗലിദ് നടത്തണമെങ്കിൽ നമ്മളൊക്കെ കീശയിൽ ഇഷ്ടം പോലെ കാശുണ്ട്. ഏത് ദരിദ്രൻ്റെ കീശയിലും ഇപ്പം ധാരാളം കാശില്ലാത്തവരാരുമില്ല. എന്നാൽ അന്നത്തെ കാലം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ച സമയമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ വല്യമ്മയും അതുപോലെ തന്നെ വല്യപ്പ ഓരൊക്കെ കാലത്ത് മൗലിദ് നടത്തലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുഞ്ചി, മണ്ണിൻ്റെ ഒരു കുഞ്ചി എന്ന് പറയും, ഒരു മണ്ണിൻ്റെ ഒരു ഇതാണ് പാനി പോലെ അതിൽ. അപ്പോൾ എല്ലാ ദിവസവും എന്താക്കും, അവർ കഞ്ഞി വെക്കുന്ന സമയത്ത് ഒരു നുള്ള് അതിലേക്ക് വാരിയിടും. അതുപോലെ തന്നെ ഒരു കാസിത്തുണ്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ ഒരു ഇതുണ്ടാവും, അതിങ്ങനെ മണ്ണ് കുഴിച്ചില്ല, അതിങ്ങനെ ടൈൽസ് ഇതൊന്നുമില്ലല്ലോ വീട്ടിൽ, മണ്ണല്ലേ ഒരു കുഴിച്ചിടും. എന്നിട്ട് എപ്പോഴും നയിച്ച് വന്നിക്കുകയാണെങ്കിൽ അധ്വാനിച്ച് വരുമ്പോൾ 50 പൈസ 25 പൈസയിൽ ഇങ്ങനെ ഇടും. അങ്ങനെ റബീഉൽ അവ്വലായിക്കാണ് ഈ കാസിത്തുണ്ട് പൊട്ടിക്കും, ഈ കുഞ്ചി ഇടിക്കുക. കുഞ്ചിയിലപ്പോൾ അരി കുറച്ചൊക്കെ ഇങ്ങനെ എന്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ ചേറി വൃത്തിയാക്കി പിന്നെ അതിലേക്ക് എന്തെങ്കിലും കുറച്ച് അരി വാങ്ങി അപ്പോൾ ഇതിന് ഈ പൈസ എല്ലാം കൂടി എടുത്തിട്ട് അങ്ങനെയാണ് നടത്തുന്നത്. ഇന്ന് റബ്ബിൻ്റെ ഫദ്ലുകൊണ്ട് നമുക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ വേണ്ടാത്തൊരുപാട് പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടുന്നുണ്ട്, കാര്യമായിട്ട് വിവാഹമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അനാവശ്യമായി ഇന്ന് വേണ്ട ഒരുപാട് വേണ്ടാത്തരങ്ങൾ കടന്നുകൂടുന്നതായിരിക്കുന്ന മൈലാഞ്ചി, ഓരോരോ പേരിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഹബീബിൻ്റെ മദ്ഹുകൾ നമ്മളെ കഴിവനുസരിച്ചുകൊണ്ട് സജീവമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഹബീബിനോട് മഹബത്ത് വെക്കുന്ന നമ്മൾ, ഹബീബിന് അള്ളാഹുവിന് ധാരാളം മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് മുഅ്ജിസത്ത് ഏതാ? പരിശുദ്ധ ഖുർആനാണ്. ഇന്ന് ഞാനും നിങ്ങളും ആ ഖുർആനായിട്ടുള്ള ബന്ധം എത്രയുണ്ടെന്നുള്ള കാര്യം ഒന്ന് ആത്മപരിശോധനയ്ക്ക് എടുത്തിട്ട് അതൊന്ന് സജീവമാക്കണം. പതിവായി ഓതേണ്ട സൂറത്ത് യാസീന്, പിന്നെ സജദ, വാഖിയ, തബാറക, ദുഖാന്, അതൊക്കെ പതിവായി ഓതുന്നതിൻ്റെ പുറത്ത് ഖത്മുൽ ഖുർആൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരു അര ജുസൊക്കെ ഓതുക എന്ന് പറഞ്ഞാൽ ഒരു പണി. നമ്മൾ മൊബൈലൊക്കെ എത്ര സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളാക്കുന്ന മുഹിബീങ്ങളായി മാറണമെന്ന് എൻ്റെ നഫ്സിനെ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മളെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സമയം ഇതുവരെ കവർന്നെടുത്തതിൽ നിങ്ങൾ ക്ഷമിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന മഹത്തായ നാമം കൊണ്ട് ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.